നാടെങ്ങും വേനലിൽ വെന്തുരുകുമ്പോഴും ജലസമൃദ്ധമായ കാഴ്ചകളുമായി സഞ്ചാരികളെ വരവേൽക്കുകയാണ് ഇടുക്കി മൂലമറ്റത്തെ ത്രിവേണി സംഗമം. എന്നാൽ ഈ മനോഹര കാഴ്ചകൾക്കിടയിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയമായ മൂലമറ്റം പവർ ഹൗസിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളവും നച്ചാർ, മണപ്പാടിയാർ എന്നീ പുഴകളും ചേരുന്ന ഇടമാണ് ത്രിവേണി സംഗമം. പവർ ഹൗസിലെ വൈദ്യുതോൽപാദനത്തിന് അനുസരിച്ച് ഇവിടെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയും വലിയ ചുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നത് പലപ്പോഴും സഞ്ചാരികളെ അപകടത്തിലാക്കുന്നു. നീന്തൽ അറിയാവുന്നവർ പോലും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇപ്പോഴ് അപകടം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ AKG ബോയ്സ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു കൂട്ടിനകത്ത് ഒരു വലയടിച്ച് അതിനകത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ഒരു വട ഇട്ടിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ട്രെയിനിങ് ഒന്നും ഇവിടുത്തെ ആളുകൾക്ക് ആരും കൊടുത്തിട്ടില്ല. ഇവിടെ നല്ല നീന്തൽ വിദഗ്ധരുണ്ട്, പക്ഷേ അവർക്ക് ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെയൊക്കെ രക്ഷിക്കാം എന്നുള്ള ശാസ്ത്രീയമായ ട്രെയിനിങ് ഒന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല. ആ ട്രെയിനിങ് വളരെ അത്യന്താപേക്ഷിതമായിട്ട് കൊടുക്കുകയും വേണം. അവിടെ അക്കരയും അതുപോലെ തന്നെ തുടർന്ന് താഴെ ഭാഗങ്ങളിലേക്കൊക്കെ ലൈഫ് ജാക്കറ്റ് അതുപോലെ തന്നെ വടം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെടുത്താവുന്ന കാര്യമാണ്. നിലവിൽ മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവം സഞ്ചാരികളെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്നുണ്ട്. പവർ ഹൗസിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന സമയങ്ങളിൽ KSEBയുടെ ഭാഗത്തു നിന്ന് സൈറൻ മുഴക്കുന്നതടക്കമുള്ള പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം വർഷങ്ങൾ മുമ്പ് മുതലുള്ളതാണ്. വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാവേലികളും ലൈഫ് ഗാർഡുകളുടെ സേവനവും ഇവിടെ അനിവാര്യം തന്നെ. പിന്നെ ലൈഫ് ജാക്കറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുക, അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ എങ്ങനെ ശാസ്ത്രീയമായി ഒരു അപകടത്തെ ഫേസ് ചെയ്യണമെന്നുള്ള ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.